നേരത്തെ ഖസറജിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. കൊടുത്തപ്പോ എന്തുകൊണ്ട് ഖസറജിയുടെ കയ്യിലുള്ള മുടിയല്ലാതെയായി? അത് അബ്ദുള്ളയാണ് ഒന്ന് എഴുതിയത്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു, അയാൾ ചേകനൂരിന്റെ ശിഷ്യനാണ്. പിന്നെ ഞാൻ അന്വേഷിച്ചു, നമ്മളെല്ലാവരും അന്വേഷിച്ചു, എന്തുകൊണ്ടായിരുന്നു മിസ്റ്റർ അമ്പലക്കടവ് പൈസയും ഇവരൊക്കെ ഇത്രയേറെ ഖസറജിയുടെ സമീപത്തുണ്ട് എന്ന് പറഞ്ഞവർ തന്നെ മാറ്റി പറഞ്ഞത്? ഒന്നുമല്ല, അപ്പോഴാണ് ദാറുൽ ഹുദയിൽ നിന്ന് പുറത്തു വരുന്ന ഈ തെളിച്ചം. അതിലതാ ഒരു കത്ത് കാണുന്നു. ആരാണ് ഈ കത്ത്? അലവിക്കുട്ടി ഹുദവി മുണ്ടംപറമ്പ് അബൂദാബിയിൽ ജോലി ചെയ്യുന്ന ദാറുൽ ഹുദയുടെ സന്താനമായ ദാറുൽ ഹുദയിലെ ഉയർന്ന ഹുദവികളിൽ ഒരാളായ ഏത് നമ്മുടെ ചമ്മാട് ഈ ബഹാവുദ്ദീൻ നദവി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളാണല്ലോ ഇതിനെ കാര്യമായി ആദ്യം എതിർത്തത്. അദ്ദേഹം എതിർത്തപ്പോൾ അദ്ദേഹം എതിർത്ത പത്രമാണ് എന്റെ കയ്യിലുള്ളത്. ഇത് മാധ്യമം ദിനപത്രമാണ്. നിങ്ങൾ കണ്ടോ? 2011 ഫെബ്രുവരി 27. ഇതിൽ കാണാം, തിരുനബികേശം ആത്മീയ തട്ടിപ്പിൽ വഞ്ചിതരാവരുത്. ഡോക്ടർ ബഹാവുദ്ദീൻ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞിരിക്കുന്നു, മർക്കസിൽ ഒരു മുടി ഖസറജി കൊടുത്തിട്ടുണ്ട്, അത് സ്വീകരിക്കരുത്. കാരണം എന്താ? അത് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതാണ്. അയാളെ ബുദ്ധിക്ക് നിരക്കാത്തത് കൊണ്ട് തള്ളിക്കളയണം എന്ന് കണ്ടപ്പോ നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് ഹുദവി എന്ന് പറയുന്ന ദാറുൽ ഹുദയിലെ ഉയർന്ന ഒരു ഹുദവി എഴുതിയ ലേഖനം കാണുന്നത്. ഞാനൊന്ന് വായിച്ചു തരാ. എന്താണ് ഇവരുടെ അസുഖമെന്ന് നിങ്ങൾക്ക് തിരിയും കേട്ടോ. എന്താണെന്നറിയോ? ഖസറജിന്റെ കയ്യിൽ മുടിയുണ്ട് എന്ന് കേട്ടപ്പോ നമ്മുടെ ദാറുൽ ഹുദക്കാർ എവിടെ ചെന്നു? ഖസറജിന്റെ അടുത്ത് നിന്ന്. ഖസറജിന്റെ അടുത്ത് നിന്നു. ഇതെന്താ ഉണ്ടായത് കേട്ടോളൂ, ഞാൻ വായിച്ചത്. ഹുദവി എഴുതുകയാണ്, ഓരോ വർഷവും റബീഉൽ അവൽ 12-നും റമദാൻ 23-നും അബൂദാബിയിലെ അൽ ബത്തീനിൽ ഷെയ്ഖ് ഖസറജിയുടെ വീട്ടിൽ തിരുനബിയുടേത് എന്ന പേരിൽ ഒരു കേശപ്രദർശനം സാമാന്യം ഗംഭീരമായി തന്നെ നടത്താറുണ്ട്. ഇക്കഴിഞ്ഞതിന് മുമ്പുള്ള റമദാനിലെ പരിപാടിക്ക് ഞാനും പോയിരുന്നു. ആരാറിന്? നമ്മളെ ദാറുൽ ഹുദ എന്ന് പറഞ്ഞ ഈ അമ്പലക്കടവും അതുപോലെ നദ്വി സാഹിബിന്റെയും സ്ഥാപനത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഹുദവി പറയാണ്. അങ്ങനെ കേട്ടോളൂ. സദസ്സിൽ 5 മിനിറ്റ് നേരം അറബിയിൽ പ്രസംഗിക്കുകയും ചെയ്തു. ഖസറജിയുമായി പരിചയപ്പെടുകയും മുമ്പ് ഹുദയിൽ വന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അപ്പൊ ഈ ഖസറജി നേരത്തെ ദാറുൽ ഹുദയിൽ ചെന്നിരുന്നു. ആ കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ദാറുൽ ഹുദക്കാരും ഹുദവികളെല്ലാരും കൂടി ചെന്നു ഖസറജിയുടെ സമീപത്ത്. ഇനി കേട്ടോ, എന്നിട്ട് കേട്ടോളൂ, ഒരു മുടിയെങ്കിലും എനിക്ക് തന്നുകൂടെ എന്ന് ഞാൻ ഖസറജിയോട് കെഞ്ചി നോക്കി. കേട്ടോളൂ, എങ്ങനെ? ഒരു മുടിയെങ്കിലും എനിക്ക് തന്നുകൂടെ നമ്മളെ ദാറുൽ ഹുദയിൽ വെക്കാൻ എന്ന് ഞാൻ ഖസറജിയോട് കെഞ്ചി നോക്കി. പക്ഷേ അദ്ദേഹം തന്നില്ല. ഒരാൾക്ക് കൊടുത്താൽ എല്ലാവർക്കും കൊടുക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് നിവൃത്തിയില്ലെന്ന് ഖസറജി പറഞ്ഞു. അപ്പൊ സഹോദരന്മാരെ, ഖസറജിയുടെ കയ്യിൽ മുടിയുണ്ട്. ആ മുടി കിട്ടാൻ വേണ്ടി ദാറുൽ ഹുദയിലെ ഹുദവി ചെന്നു. അദ്ദേഹം പറഞ്ഞു, തരില്ല മോനെ, തരാൻ പറ്റില്ല, അതുകൊണ്ട് കൊടുത്തില്ല, തന്നില്ല. അന്നു മുതലാണ് പരാതി വന്നത്. മുടിക്ക് നീളമുണ്ടത്രേ. സുബ്ഹാന ജല്ല ജലാലുഹു. ഇവര് തന്നെ എഴുതിയതാണ്, പഠിപ്പിച്ചതാണ്, പറഞ്ഞതാണ്. നിങ്ങൾക്ക് കിട്ടാത്തതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അത് നബിതങ്ങളുടെ ഷെയറാണ്. അതാർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബിതങ്ങളെ തീരുമാനമനുസരിച്ചാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ കൊടുത്തതെന്നാ ഖസറജി പറഞ്ഞത്. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, നീളമുള്ള മുടിയാണെങ്കിൽ, ഒരുപാട് മുടിയുണ്ടെങ്കിൽ, വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഖസറജിയുടെ വീട്ടിൽ ചെന്നത്? എന്തിനാണ് മുടി ചോദിച്ചത്? ആ ഖാസിമി പറഞ്ഞെന്താ കോഴിക്കോട്ടെന്ന്? ഇതൊരു അറബി പെണ്ണിന്റെ മുടിയാണ് എന്നാണ്. പോരാ, ഇത് കാന്തപുരത്തിന്റെ മുടിയെന്നാണ്. സുഹൃത്തെ, കാന്തപുരത്തിന്റെ മുടി അല്ലെങ്കിൽ ഒരു അറബി പെണ്ണിന്റെ മുടി ചോദിക്കാൻ വേണ്ടി നിങ്ങളെ ഹുദവി എന്തിനാണ് അവിടെ ചെന്നത്? പറയണ്ടേ മറുപടി? എന്തെങ്കിലും പറയാനാണോ? ഞാൻ പറയട്ടെ മുഅ്മിനീങ്ങളെ, ഇവർ സ്വഹീഹാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ ഖസറജിയുടെ സമീപത്ത് ചെന്നത്. മുടി ചോദിച്ച് കൊടുക്കാത്ത അസൂയ തോന്നി. അവ രണ്ട് കാരണവും നമുക്ക് പിടികിട്ടി. ഓ അബ്ദുള്ള എതിർക്കാനുള്ള കാരണം, അയാൾ ചേകനൂരിന്റെ ശിഷ്യനാണ്. പിന്നെയോ ബഹാവുദ്ദീൻ
ബഹാവുദ്ദീൻ നദ്വിയും പിണങ്ങോട് ഗ്രൂപ്പും എതിർക്കാനുള്ള കാരണം അവർക്ക് കിട്ടിയില്ല. അതോടെ അസൂയ വന്നു. അസൂയക്ക് മരുന്നില്ല. അതിന് ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യവുമില്ല. ഒരാൾ അതിൽ നിന്നൊരു കഷ്ണം കേരളത്തിലെ ഒരാൾക്ക് നൽകി എന്നതായിരുന്നു വാർത്ത. ഏത് പൊട്ടനും മനസ്സിലാക്കാവുന്ന വിധത്തിൽ അത്രമാത്രം ആധിക്യമുള്ളതായിരുന്നു ഈ മുടികളുടെ എണ്ണം. ഇനി ലാസ്റ്റ് കൂടി കുറച്ചപ്പുറത്ത് കൊണ്ടുപോകാം. ആദിക്കാണ് മുപ്പര് ഒരു പ്രശ്നം. പിന്നെന്താ പ്രശ്നം? ലാസ്റ്റ് അവിടെ അദ്ദേഹം ഒരു 5-8 അങ്ങനെ അയാൾ അതിന്റെ ഫോട്ടോ എടുത്തു. അയാളെ കൂടാതെ വേറെയും അബുദാബിയിലുള്ള ഒരുപാട് മലയാളികൾ ഉണ്ടായിരുന്നു. ഫോട്ടോ എടുത്ത മറ്റൊരാൾ, ഉദാഹരണത്തിന് എടപ്പാളിലെ മൊയ്തുണ്ണി ഹാജിയുടെ മകൻ മുജീബും ഇതിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോകളും സൂക്ഷിച്ച് വെക്കപ്പെട്ടിട്ടുണ്ട്. 1400 കൊല്ലങ്ങൾക്ക് ശേഷം ഒരു വ്യക്തിയുടെ കയ്യിൽ ഇത്രയധികം മുടികൾ, ആ മുടികളാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് വിശ്വസിക്കാൻ സാധ്യമല്ലാത്ത വിധത്തിൽ 50, 60, 70 ഒക്കെ സെന്റിമീറ്ററുകൾ നീളമുള്ള മുടികളാണ് അദ്ദേഹം അവിടെ പ്രദർശിപ്പിച്ചത്. ചിത്രം ഇവിടെ വിശദമായി സംസാരിക്കപ്പെടുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇവിടെ പ്രദർശിപ്പിക്കപ്പെടും. അപ്പൊ എന്താ പറഞ്ഞത്? നീളുണ്ട്. അതാ മൂപ്പര ഒരു പ്രശ്നം. അതിനിപ്പോ ഞാൻ ഇങ്ങനെ മറുപടി അന്വേഷിച്ച് നോക്കുമ്പോഴാണ് പുതിയ തെളിച്ചം കയ്യിൽ കിട്ടിയത്. മൂപ്പര കോളേജിൽ ഇറങ്ങുന്ന പത്രമാണ്, പുതിയ പത്രം. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ അവരെന്നെ എഴുതി വെക്കാൻ അറിയാതൊക്കെ. അതിന്റെ മറുപടി ഞാൻ വായിച്ചത് കേട്ടോ. കിതാബ് ഉദ്ധരിച്ച ആളെന്നെ പറയുന്നു. ഹിജറ 1350 നിര്യാതനായ ലോകപ്രശസ്തനായ പ്രവാചക പ്രേമിയും സൂഫി വര്യനുമായിരുന്ന ഷെയ്ഖ് യൂസുഫ് ബിൻ ഇസ്മായിലുൻ നബഹാനിയുടെ ജവാഹിറുൽ ബിഹാർ ഫി ഫളായിലുൻ നബിയീൻ നബിയിൽ മുഖ്താർ എന്ന ഗ്രന്ഥത്തിന്റെ 4-ാം വാള്യത്തിൽ നിന്നുള്ള ചില വരികൾ കേട്ടോ. കിതാബിൽ നിന്ന് ഉദ്ധരിക്കാൻ യൂസുഫ് നബഹാനിയുടെ കിതാബ് അൽ ജവാഹിറുൽ ബിഹാർ. ഈ കിതാബിലുള്ള സംഭവം ഈ നദ്വിയുടെ ലേഖനത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം മാസികയിൽ എഴുതി വെക്കുന്നു. കേട്ടോളൂ, ഞാൻ വായിച്ചു തരാം. എന്താണ് അതിലുള്ളത് കേട്ടോളൂ. അബ്ദുൽ ഗനിയുൻ നാബൽസി പറയുന്നു. വലിയ പണ്ഡിതനാണ് അബ്ദുൽ ഗനിയുൻ നാബൽസി റഹ്മത്തുള്ളാഹി. അദ്ദേഹം പറയുന്ന വിഷയം, ഇന്ത്യയിലെ ഗുലാം മുഹമ്മദ് എന്ന ഒരു പണ്ഡിതനുമായി ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തി. ഇത് അറബിയിലുള്ളത് അയാൾ പരിഭാഷപ്പെടുത്തിയതാണ്. ഞാൻ അറബി വായിച്ചാൽ ചിലപ്പോൾ ഞാൻ അർത്ഥം മാറ്റി എന്ന് പറയുന്നത് വേണ്ട. ബഹാവുദ്ദീൻ നദ്വി തന്നെ പറയാണ് കേട്ടോളൂ. അബൂ മുഹമ്മദ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കുലനാമം. അദ്ദേഹത്തിന്റെ പിതാവും പ്രസിദ്ധ പണ്ഡിതനാണ്. ഹനഫി കർമ്മസരണിയിലെ പ്രശസ്ത ഗ്രന്ഥമായ അൽ ഫതാവ അൽ ഹിന്ദിയ എന്ന ഗ്രന്ഥത്തിന്റെ സമാഹരണത്തിന് വേണ്ടി ഇന്ത്യയിലെ വിശുദ്ധനായ മുസ്ലിം ചക്രവർത്തി ഔറംഗസീബ് അദ്ദേഹത്തിന്റെ പിതാവിനെയും സമീപിച്ചിരുന്നു. കേട്ടോളൂ. ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കേശങ്ങൾ കൈവശം വെച്ച ധാരാളം പേരുണ്ടായിരുന്നുവെന്നും 1 മുതൽ 20ഓളം തിരുകേശങ്ങൾ വരെ, കേട്ടോ, 1 മുതൽ 20ഓളം പഴയകാലത്തുള്ള അനുഭവങ്ങൾ ഇദ്ദേഹം തന്നെ പറയാൻ. 1 മുതൽ 20ഓളം തിരുകേശങ്ങൾ വരെ കയ്യിൽ സൂക്ഷിക്കുന്നവർ അക്കൂട്ടത്തിലുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കേട്ടോ, പ്രവാചകരുടെ കേശം ചിലപ്പോൾ സ്വയം ചലിക്കാൻ സാധ്യതയുണ്ടെന്നും ഞാനതിന് സാക്ഷിയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇനിയും കേട്ടോളൂ. തിരുകേശങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരാൾ ചിലപ്പോൾ അവ വളരാമെന്നും ഒരു കേശത്തിൽ നിന്ന് മറ്റൊരു കേശം രൂപം പ്രാപിക്കാമെന്നും തന്നോട് പറഞ്ഞതായി അദ്ദേഹം ഉദ്ധരിച്ചു. ഇതൊന്നും ഒട്ടും വിചിത്രങ്ങളായ കാര്യങ്ങളല്ല. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ അവയവങ്ങളിലും മഹോന്നതമായ ദൈവിക ചൈതന്യം കുടികൊള്ളുന്നുണ്ട്. അവൻ നബി തങ്ങളുടെ ജീവിതത്തിന്റെ ശേഷവും അവിടുത്തെ ഷെയറെ മുബാറക്ക് സൂക്ഷിച്ചു വെച്ച കേന്ദ്രങ്ങൾ കണ്ട അബ്ദുൽ ഗനിയുൻ നാബൽസി തങ്ങൾ, ആ കണ്ടവര് പറയുന്ന അനുഭവം അവിടുത്തെ കിതാബിൽ പറയുന്നു. അതേ, റസൂലുള്ളാഹിന്റെ ശരീരത്തിന്റെ ഭാഗമായ അവിടുത്തെ തിരുമുടി വളരുന്നുണ്ട്. അതിൽ നിന്ന് വേറെ മുടി രൂപം കൊള്ളുന്നുണ്ട്. എന്നിട്ട് ഈ നബി എന്ന് പറയാണ്, സത്യത്തിൽ പ്രവാചക ശ്രേഷ്ഠരിൽ അന്തർലീനമായ ദൈവികമായ ചൈതന്യം അവിടുത്തെ വേർപാടിന് ശേഷം നഷ്ടപ്പെടുകയോ അപ്രസക്തമാവുകയോ ചെയ്യുന്നില്ല. പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ പ്രവാചകരുടെ തിരുപ്രഭയ്ക്ക് അല്ലാഹു സാക്ഷാത്കാരം നൽകിയിരുന്നു. ആ പുണ്യപ്രഭയുടെ ബഹിർസ്ഫുടമാണ് അവിടുത്തെ ശരീരം. അതുകൊണ്ട് തന്നെ തിരുകേശത്തിലടങ്ങിയിരിക്കുന്ന ദിവ്യമായ സവിശേഷതകളെ നിരാകരിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. ആ നിരാകരണം അപകടമാണെന്നറിയാം.
അപ്പൊ നബി തങ്ങളുടെ ഒരു ഷഅറ് നീളം കൂടി എന്നതുകൊണ്ട് അത് നബിന്റെ ഷഅറല്ലെന്ന് പറഞ്ഞാൽ അത് അപകടമാണെന്ന് അറിയാം എന്ന് ഇതേ മനുഷ്യൻ എഴുതി വെക്കുന്നു. സഹോദരന്മാരെ, നബി തങ്ങളെ ഷഅറല്ലേ, അത് നീളുണ്ടാവെന്ന് പറയും, ഒരു പ്രശ്നവുമില്ല. അത് കണ്ടോല് പറയാണ്. അബ്ദുൽ ഖനി നാബൽസി വരെ പറഞ്ഞതാണ്. യൂസുഫിന്റെ ബഹാനി എഴുതി വെച്ചത് ജീവിതകാലത്ത് വളരുന്ന പോലെ വളരുന്നത് ഞങ്ങൾക്ക് അനുഭവമുണ്ട്. കാന്തപുര ഉസ്താദ് എഴുതിയല്ല, പഴയ കാലത്ത് എഴുതി വെച്ച കിതാബിലുള്ളതാ. അപ്പൊ ഒരു സംശയം, അപ്പുറത്തെ മുടി വളരുന്നില്ലല്ലോ, അത് മുജാഹിദിന്റെ സംശയമാണ്. അങ്ങനെയാണ്. മുഅ്ജിസത്ത് എല്ലാ സ്ഥലത്തും ഒരുപോലെ പ്രകടനമാകുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രക്ക് പോവാണ്, വെള്ളമില്ല. അവിടുന്ന് സ്വന്തം കൈവിരലുകൾക്കിടയിലുള്ള വെള്ളം പുറപ്പെടുവിച്ചു. മുഅ്ജിസത്ത. അതേ നബി തങ്ങൾ വേറൊരു യാത്ര പോവാ, വെള്ളമില്ല. നബി തങ്ങൾ തയമ്മും ചെയ്യുന്നു. മുജാഹിദ് ചോദിക്കും, എന്തേ നബി തങ്ങളെ കയ്യിൽ വെള്ളം ഉണ്ടെങ്കിൽ അതാണ് പുറപ്പെടുവിച്ചൂടായിരുന്നു, എന്തിനാ തയമ്മും? അത് യുക്തിവാദികളുടെ ചോദ്യമാണ്. മുഅ്ജിസത്ത് എല്ലാ മുടിയിലും ഒരുപോലെ പ്രകടമാകണമെന്നില്ല. നിഷേധിക്കണ്ട, തെളിവ് കിട്ടിയില്ലേ മിണ്ടാതിരുന്നോ, അതാ ചെയ്യേണ്ടത്. ഒരാൾ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫല്യഖുൽ ഖൈറാ, ഖൈറായത് പറയട്ടെ. ഇത് പറയാൻ എനിക്ക് പറ്റൂലേ? മനസ്സിലായിട്ടില്ലേ? ഇല്ലേ? ഖൈറായത് പറ, ഔലിയസ്കുച്ച്, അല്ലെങ്കിൽ മിണ്ടാതിരുന്നു. ആക്കിബത്ത് നശിക്കാൻ പോകണ്ട, അത്രയേ പറയാനുള്ളൂ. ഇനി കേട്ടോ, അതിന്റെ ഇടക്കാണ് നമ്മളെ SKSF-ന്റെ ഒരു പത്രസമ്മേളനം കോഴിക്കോട്ട് നടന്നത്. ഈ പറഞ്ഞ അമ്പലക്കട വയസ്സിൽ അയാൾ പറഞ്ഞു, ഇത് സനദില്ലാത്ത പൊടിയാണ്. ഏഷ്യാനെറ്റിന്റെ ന്യൂസ് ഒന്ന് വിട്ടുകൊടുക്കുന്നു, കേൾക്കട്ടെ. എന്താണ് അവർ പറഞ്ഞത്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വിശ്വാസികളെ വഞ്ചിക്കുകയാണെന്ന് ആരോപിച്ച് SKSSF രംഗത്തെത്തി. കാന്തപുരത്തിന്റെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്നും SKSSF കോഴിക്കോട്ട് വ്യക്തമാക്കി. പ്രവാചകന്റേതെന്ന് സ്ഥിരീകരിക്കപ്പെടാത്ത തലമുടി സൂക്ഷിക്കാനായി 40 കോടി രൂപ ചെലവിൽ പള്ളി നിർമ്മിക്കാനുള്ള കാന്തപുരത്തിന്റെ നീക്കത്തിനെതിരെയാണ് SKSSF രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനായി പ്രവാചകന്റേതെന്ന് അവകാശപ്പെടുന്ന തലമുടി മുക്കിയ വെള്ളം 101 രൂപ മുതൽ 10,001 രൂപ വരെ വില നിശ്ചയിച്ച് കാന്തപുരം വിൽപ്പന നടത്തുകയാണെന്ന് SKSSF ആരോപിക്കുന്നു. ഈ തലമുടി പ്രവാചകന്റേതാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെന്നും തലമുടി പ്രവാചക പരമ്പരയിൽ നിന്ന് കിട്ടിയതാണെന്ന കാന്തപുരത്തിന്റെ വാദം തെറ്റാണെന്നും SKSSF ചൂണ്ടിക്കാട്ടുന്നു. ഈ ഖസ്റജി കുടുംബ പരമ്പരയിൽ നിന്നാണ് അതിന്റെ അനന്തരാവകാശി എന്ന നിലയിൽ അഹമ്മദ് ഖസ്റജിക്ക് ഈ മുടി കിട്ടിയിട്ടുള്ളത് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. അന്വേഷണത്തിൽ മനസ്സിലാവുന്നത് ഒരു കെട്ടുമുടി ഈ പറയപ്പെടുന്ന അറബിയുടെ കയ്യിൽ ഉണ്ട് എന്നാണ്. അപ്പൊ ഈ മുടി എങ്ങനെ വന്നു, അതിന്റെ സത്യസന്ധമായ പരമ്പര ഏതാണ് എന്നതിനെ കുറിച്ചൊക്കെയുള്ള അന്വേഷണം നടത്തുമ്പോൾ വ്യക്തമാകാത്ത ദുരൂഹതകൾ നിലനിൽക്കുകയാണ്. പ്രവാചകന്റെ കേശം തന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് കാന്തപുരം വിശ്വാസികളിൽ നിന്ന് ഇതിനോടകം കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തിട്ടുണ്ടെന്ന് SKSSF അറിയിച്ചു. പ്രവാചകനുമായി അടുത്ത ബന്ധമുണ്ടെന്ന രീതിയിൽ കഥകൾ പ്രചരിപ്പിച്ച് ആത്മീയ വാണിഭം നടത്തുന്ന കാന്തപുരത്തിനെതിരെ വരുന്ന ശനിയാഴ്ച വിശദീകരണ യോഗം സംഘടിപ്പിക്കുമെന്നും SKSSF അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ഞാൻ കേട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് ഹബീബ് റസൂലുള്ളാഹിയുടെ ഒരു ഹദീസാണ്. സയകൂനു ഫീ ആഖിരി സമാൻ, അവസാന നാളിൽ വരും ദജ്ജാലൂന കദ്ദാബൂൻ, പച്ച കള്ളം പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുന്ന വഞ്ചകന്മാര് വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, 150 രൂപ മുതൽ 10,000 രൂപ വരെ ഈ വെള്ളം മുക്കിയിട്ട് വിൽപ്പന നടത്തിയെന്ന് തെളിയിക്കാൻ ആൺകുട്ടികളുണ്ടോ ലോകത്ത്? ഞങ്ങൾ വെല്ലുവിളിയാണിത്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? കോടികൾ കാന്തപുരം പിരിച്ചെടുത്തത്രേ. എന്ത് നുണയാണ് ഈ പറയുന്നത്? ഉസ്താദിന്റെ വീട്ടിലേക്കാണോ? നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അതൊരു പള്ളി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതാണോ നിങ്ങൾ പറഞ്ഞ ആത്മീയ തട്ടിപ്പ്? എവിടെയാണ്, എന്താണ് ഈ പറയുന്നത്? എന്നിട്ട് പറയാണ് സനദില്ല. എന്നാ കേട്ടോ സനത്. ഈ സനദില്ല എന്ന് പറഞ്ഞ് നടക്കണ്ട. സനത് ഞങ്ങൾ പറഞ്ഞു, ഓരോ സനതും വായിപ്പിക്ക്. ഈ സനദിനെയൊക്കെ ഗണ്ണിക്കാൻ കഴിയണം. നിങ്ങൾ ഗണ്ണനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ മറുപടിയും പറയും. തീർച്ചയായും അബ്ദുള്ള മൗലവി പിന്നെ ചേകനൂരിന്റെ ശിഷ്യനായതുകൊണ്ട് മൂപ്പർക്ക് സനത് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. പോക്ക് അങ്ങോട്ട് തന്നെയാണ്. പിന്നെ പിള്ളതാരാ, പിന്നെ ഇവരാണ്. അപ്പോ ഇതിൽ പാവപ്പെട്ട ആരും കുടുങ്ങരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയുന്നത്. ആദ്യം കിട്ടിയ ബറക്കാത്തി സയ്യിദന്മാരിൽ നിന്ന് കിട്ടിയ ആ മുടി എങ്ങനെ കിട്ടിയെന്ന് കാന്തപുരം ഉസ്താദ് തന്നെ പറയുന്നുണ്ട്. ഇത് തപാലിൽ കിട്ടുന്ന സാധനമല്ല. കാരിയേറ്റ് പറഞ്ഞു, ഞാൻ ഫോൺ ചെയ്തിട്ട് കിട്ടിയില്ല. ഫോൺ ചെയ്താൽ കിട്ടില്ല സനത്. അത് വരി, ഞങ്ങൾ കാണിച്ചു തരാം. വെക്ക് ഞങ്ങൾ പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക്. വെക്ക്. ഉസ്താദ് പറയട്ടെ. മർക്കസ് തഖാഫത്ത് സുന്നിയയിൽ ഷാർ മുബാറക് ഉണ്ട് എന്ന് മാത്രമല്ല, പരിശുദ്ധ മക്കയിൽ നിന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഒരിക്കൽ
എനിക്ക് ഷഅർ മുബാറക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവരിവിടെ SYSന്റെ സമ്മേളനത്തിന് വന്നപ്പോൾ മഹാനവറുകളോട് ഞാൻ പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു ഷഅർ മുബാറക്ക് ഉണ്ട്, അതിന്റെ സനദ് ഇതാ എന്ന് പറഞ്ഞിട്ട് ഞാൻ മുതൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅറിന്റെ കഷ്ണം ഹജ്ജത്തുൽ വദാഇൽ വെച്ച് വിതരണം ചെയ്ത ആൾ വരെ ഉള്ള പരമ്പര അവിടെ ടൈപ്പ് ചെയ്ത് എന്റെ റൂമിൽ വെച്ചത് ബഹുമാനപ്പെട്ടവർക്ക് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ എന്നോട് ചോദിച്ചത്, അതഅ്ദനുലി അൻ ഉഖബ്ബിലഹു, ഈ മുടിയൊന്ന് ചുംബനം ചെയ്യാൻ എനിക്ക് സമ്മതം തരുമോ? ഞാൻ പറഞ്ഞു, അൽഫമറ, 1000 വട്ടം സമ്മതമാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് മാലിക്കി തങ്ങൾ ആ ഷഅർ മുബാറക്ക് ചുംബനം ചെയ്തു. അതിനുശേഷം അവിടെ വന്ന അയൽമീകൾക്ക് ഈ കഴിഞ്ഞ സമ്മേളനത്തിന് വന്ന പരിശുദ്ധ മക്കയിലെ ഏറ്റവും വലിയ പണ്ഡിതനായ സയ്യിദ് ഉമർ അൽ ജീലാനി, ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ വലിയ പണ്ഡിതൻ, അദ്ദേഹം വന്നപ്പോൾ തന്നെ എന്നോട് ചോദിക്കുന്നു, നിങ്ങളടുക്കൽ ഷഅർ മുബാറക്ക് ഉണ്ട് എന്ന് എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അതെവിടെ? അത് കാണിച്ചു കൊടുത്തു, അതിന്റെ സനദ് കാണിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം തന്നെ ഹബീബ് അലി ജിബ്രിയെ വിളിച്ചു, ബഹ്റൈനിൽ നിന്ന് ഉലമാക്കളെ വിളിച്ചു. എല്ലാ ഉലമാക്കളും വന്ന് സമ്മേളനം കഴിഞ്ഞതിന്റെ ശേഷം നേരം വെളുക്കുന്നതുവരെ ആ ഷഅർ മുബാറക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ മൗലിദ് സുബഹി ബാങ്ക് കൊടുക്കുന്നതുവരെ അവർ നിർവഹിച്ചു. എന്നിട്ട് ആ ഷഅർ മുബാറക്ക് ചുംബനം ചെയ്തുകൊണ്ട് അവരെല്ലാവരും അതിന്റെ സനദ് നോക്കുകയും അത് ശരിയാണെന്ന് സമ്മതിക്കുകയും അവരുടെ അറിവ് അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രയും പരിപൂർണമായ സനദോടുകൂടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് ആ ഷഅർ മുബാറക്ക്. ഈ പറയുന്ന ആളുകളോട് അത് സ്വീകരിക്കാൻ നമ്മൾ നിർബന്ധിച്ചിട്ടില്ല, അവരോട് ചെന്ന് പറഞ്ഞിട്ടില്ല, അവർക്ക് യാതൊരു ക്ഷണവും കൊടുത്തിട്ടില്ല. എന്നൊരിക്കൽ ഷഅർ മുബാറക്കുണ്ട്, അതുകൊണ്ട് നിങ്ങളൊക്കെ വരണം എന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞിട്ടില്ല. നാം അത് വിളംബരം ചെയ്തു. അല്ലാഹുവിന്റെ ഹബീബ് ഹജ്ജത്തുൽ വദാഇൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ, അവിടുത്തെ തലയിലെ മുടി കളയിപ്പിച്ചുകൊണ്ട് അബൂ തൽഹത്തുൽ അൻസാരി തങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു. ആദ്യം വലഭാഗത്തെ മുടി കൊടുത്തു, പിന്നെ ഇടഭാഗത്തെ മുടിയും കൊടുത്തു. അതിനുശേഷം വലഭാഗത്തെ മുടിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഇഖ്സിംഹു ബൈനന്നാസ്, അത് മനുഷ്യർക്കിടയിൽ വിഭജിച്ചു കൊടുക്കൂ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോൾ അതാ 1,40,000-ൽ വരുന്ന സഹാബികൾക്കിടയിൽ മുടികൾ കഷ്ണം കഷ്ണമാക്കി മുറിച്ചുകൊള്ളു അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു വിതരണം ചെയ്തു. ആ വിതരണം ചെയ്ത മുടിക്കഷ്ണങ്ങൾ സഹാബികൾ സൂക്ഷിച്ചു, പിന്നെ താബിഈകൾ സൂക്ഷിച്ചു, തബഅത്താബിഈകൾ സൂക്ഷിച്ചു, അങ്ങനെ ആരിഫീങ്ങൾ സൂക്ഷിച്ചു. ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വരെ അവിടെ സൂക്ഷിച്ചു. അവിടെ നിന്ന് സൂക്ഷിച്ച മുടികളിൽ ഒരു കഷ്ണം ബഹുമാനപ്പെട്ട ഖുത്ബുദ്ദീനുൽ ഫിർദൗസി, പരിശുദ്ധ ദീനിന്റെ ഏറ്റവും വലിയ പ്രചാരകനും മുറബ്ബിയായ ശൈഖുമായിരുന്ന ഖുത്ബുദ്ദീനുൽ ഫിർദൗസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഡൽഹിയിലാണ്. ആ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖുത്ബുദ്ദീനുൽ ഫിർദൗസി തങ്ങളുടെ വഴിക്ക് ബഹുമാനപ്പെട്ട മർഹറ ഷരീഫിൽ ഇന്നും നിലകൊള്ളുന്ന മഹാന്മാരായ ബർക്കാത്തി സയ്യിദന്മാർ അവരുടെ കുടുംബ പരമ്പരയിലൂടെ എനിക്ക് നേരിട്ട് ലഭിച്ചതാണ് മർക്കസിലുള്ള ഷഅർ മുബാറക്ക്. എന്തിന് സഹോദരങ്ങളെ,
ഈ ഷെയർ മുബാറക്കിലേക്ക് കയറണം. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശറഫാക്കപ്പെട്ട 2-3 കഷ്ടം മുടികൾ അവിടെ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്കെന്താണ് ദോഷം? മറ്റൊന്നുമല്ല, ബിദഈ പ്രസ്ഥാനക്കാർ അതിനെ ശക്തമായി എതിർക്കുന്നവരും ചവിട്ടിത്താഴ്ത്തുന്നവരുമാണ്. അതുപോലെ അവർക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കാൻ മറ്റൊരു ശൈലിയിൽ ആർക്കും തർക്കമില്ലാത്ത സനത്, ഈ സനത് ഉണ്ടായിട്ട് പിന്നെയും സംശയാക്കുന്നുവെങ്കിൽ അതിന്റെ പേരാണെന്ത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, യുക്തിവാദം. ഇവിടെ എന്തൊക്കെ ചോദിച്ചെന്നറിയോ? ഒരു മുടി വളരുന്നുണ്ടെങ്കിൽ എന്താ അപ്പുറത്തെ മുടി വളരാത്തത്? യുക്തിവാദികളുടെ ചോദ്യമാണത്. ഒരു മുഅ്ജിസത്ത് ഒരു സ്ഥലത്തുണ്ട് എന്ന് കരുതി എല്ലാ സ്ഥലത്തും മുഅ്ജിസത്തുണ്ടാവോ? നബി തങ്ങളുടെ ഒരു യാത്രയിൽ പോയി, വെള്ളമില്ല, അവിടുത്തെ കയ്യിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു. അതേ സമയത്ത് വേറൊരു യാത്രയിൽ നബി പോയി, അന്ന് വെള്ളം പുറപ്പെടുവിച്ചില്ല, അന്ന് തയമ്മും ചെയ്താ നിസ്കരിച്ചത്. ഇവര് ചോദിക്കോ, എന്തേ നബിതങ്ങൾ അവിടെ ഇങ്ങനെ ചെയ്യാത്തത്? നബിതങ്ങൾക്ക് വെള്ളം പുറപ്പെടുവിച്ചുകൂടായിരുന്നു? അങ്ങനല്ല, ആ കിതാബിൽ തന്നെ പറഞ്ഞത് ചില മുടികൾ അങ്ങനെ വളരും, അപ്പൊ വേറെ മുടി വളരാത്തത് എന്ത് എന്നുള്ള ചോദ്യം യുക്തിവാദമാണ്. അത് കറാമത്ത് മുജ്ജത്തൊക്കെ പ്രകടിപ്പിക്കേണ്ടടുത്ത് അള്ളാഹു പ്രകടിപ്പിക്കും. അതാണ് അതിന്റെ മറുപടി. ഇനി കേട്ടോളൂ ആ സനത്. المصطفى المجتبى المنتخب بأبي القاسم عبد الله ورسوله تسليما. وبعد، جهبذ النحرير عماد المحققين من سيدي الورع المدقق العلامة الشيخ أحمد ابن الإمام العالم العامل سيدي حسن ابن العلامة الجليل سيدي الشيخ محمد ابن العالم الجليل سيدي الشيخ علي ابن العلامة الجليل سيد الشيخ محمد ابن العالم العلامة ناشر العلوم في الجزر والصحاري سيدي أحمد ابن ذي الرئاستين العالم الورع الولي الصالح سيدي ومولاي عبد الله الملقب بنور الدين ابن الإمام العالم المهاجر في سبيل الله تعالى سيدي أحمد ابن الآمر بالخيرات سيدي هلال ابن سيدي عبد الله ابن سيدي هلال ابن الجليل سيدي عبد الله ابن الجليل سيدي هلال ابن سيدي عبد الرحمن ابن سيدي الشيخ الجليل سعيد ابن سيدي ومولاي هلال ابن سيدي الجليل سعيد ابن الشيخ الهمام سيف ابن الإمام عبد الرحمن الكبير ابن الإمام حسن ابن العلامة الإمام الحافظ شيخ الأنصار محمد ابن الإمام العلامة إسحاق ابن الجليل سيدي إبراهيم ابن سيدي أفلح ابن سيدي رافع ابن سيدي إبراهيم ابن سيدي أفلح ابن سيدي الجليل عبد الرحمن الأكبر ابن التابعي الجليل عبيد ابن سيدنا رفاعة صاحب رسول الله صلى الله عليه وسلم من أهل بيعة الرضوان وبدر وأحد وما بعد ذلك من المشاهد كلها ابن صاحب رسول الله صلى الله عليه وسلم سيدنا رافع ابن مالك بن العجلان الزرقي أول من أسلم من الأنصار أحد 6 وأحد 12 وأحد 70 من أهل بيعة العقبة الأولى والثانية الذي اختاره سيد الخلق صلى الله عليه وسلم نقيبا من نقباء الأنصار رضي الله تعالى عنهم وعن ذرياتهم أجمعين. وبه أشهد أني نقلت إلى فضيلة العالم العامل الشيخ الجليل أبو بكر بن أحمد المسليات. ആലുവ ത്വരീഖത്തിനെ കുറിച്ച് പഠനം നടത്താൻ 6 കൊല്ലാണ് അത് ചെലവഴിച്ചത്. എന്തിനാ? സൂക്ഷ്മത പാലിക്കാൻ. ഇല്ലാത്തത് പറയാൻ പാടില്ലല്ലോ. അള്ളാന്റെ റസൂലിന്റെ മുടിയെക്കുറിച്ച് നിങ്ങൾക്ക് പഠനം നടത്താൻ 6 മണിക്കൂർ പോലും വേണ്ടി വന്നില്ല. അതിന്റെ ഇടയ്ക്ക് ഫത്വ കൊടുത്തു. അപ്പൊ ഞാൻ പിന്നെയും ചിന്തിച്ചു, എന്താ കാരണം? ഹസ്രജിന്റെ അടുത്ത് മുടിയുണ്ട് എന്നല്ലേ ഇപ്പൊ ഇയാള് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാ കോഴിക്കോട്ട് നിന്ന് മൂപ്പര മറുപടി വരുന്നു, സംഗതിയൊക്കെ അങ്ങനെയാണ്, പക്ഷെ ഹസ്രജിന്റെ അടുത്ത് മുടിയുണ്ട് എന്നുള്ളത് ഞാൻ പിൻവലിക്കാണ്. കാരണം എന്താ? ഒന്നുമില്ല, ഇപ്പൊ അത് കാന്തപുരത്തിന് കിട്ടിയല്ലോ. നിങ്ങൾ ചിന്തിക്കണം. ഞാൻ പറഞ്ഞുതരാം. അമ്പലക്കടവ്
അമ്പലക്കടവ് ഹമീദ് ഫൈസി നേരത്തെ ഹസ്രജിന്റെ അടുത്ത് മുടിയുണ്ട്, അത് രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് വ്യക്തമായി പറഞ്ഞതാണ്. എന്നിട്ട് ഈ സനതടക്കം അവിടെ വായിച്ചു, എല്ലാം റെഡിയായി. ഇപ്പൊ കോഴിക്കോട്ടുനിന്ന് മിനിയാന്ന് അയാൾ പറഞ്ഞു, അത് ഞാൻ അങ്ങനെയാണ് കേട്ട് പറഞ്ഞതാണ്. അങ്ങ് പറയാനുള്ള കാരണം എന്താ, കിട്ടിയത് കാന്തപുരത്തിനാണല്ലോ. അതിന്റെ പേരാണ് മോനെ ഹസദ്. ഹാബീല് ഹാബീലും തമ്മിലെന്ന് ഹാബീല് ഹാബീലിനെ കൊന്ന ഹസദ്. ആ ഹസദ് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണെന്നേ നിങ്ങൾക്ക് പറയാനുള്ളൂ. പറയുന്നത് കേട്ടോ, അയാൾ നേരത്തെ പറഞ്ഞത് അയാൾ പിൻവലിക്കാണ്. ഇപ്പോ ഈ വിശദീകരിച്ചിങ്ങനെ മുന്നോട്ട് പോകുന്ന കൂട്ടത്തിലാണ് ഞാനൊരു സത്യം പറഞ്ഞപ്പോ എന്റെ ഒരു ക്ലിപ്പിംഗ് വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, സത്യത്തിൽ ലോകത്ത് പല സ്ഥലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയുണ്ട്. വെല്ലൂരുണ്ട്, കാശ്മീരിലുണ്ട്, തുർക്കിയിലുണ്ട്, പല സ്ഥലങ്ങളും ഉണ്ടെന്ന പോലെ അബുദാബിയിൽ ഹസ്രജി ഫാമിലി മുടിയുണ്ട് എന്ന് എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഇപ്പൊ അബുദാബി ഹസ്രജി ഫാമിലി അങ്ങനെ മുടിയുണ്ട് ഹമീദ് വൈസി പറഞ്ഞല്ലോ, അതന്നെയാണ് ഈ മുടി എന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ തെളിവ് ഞാൻ വളരെ ആധികാരികമായ ഒരു ഉത്തരവാദപ്പെട്ട ആളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു അതുകൊണ്ട് ശരിയെന്നുള്ളതാണ് കാന്തപുരം വിഭാഗം വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ട് നെറ്റിലൂടെ. ഞാൻ വിനയപൂർവ്വം പറയട്ടെ, ഇനി ഞാനൊന്ന് പറയാം. ഓന്റെ മൗലവി, ഞങ്ങളെ ഈ ഗണ്ണത്തിന്റെ രസങ്ങൾ അറിയാൻ പോകുന്നേ ഉള്ളൂ. ഞങ്ങളെ ചിലപ്പോ തറാവീഹ് 20 ഇനി ഇബ്നു തൈമിയന്റെ കിതാബ് വായിക്കലുണ്ട്. ഇബ്നു തൈമിയ പറഞ്ഞിട്ടുണ്ട് 20. അത് ഇബ്നു തൈമിയനെ പിന്നെ ആധികാരിക നേതാവായി കണ്ടിട്ടല്ല, മറിച്ച് ഇതിനെ എതിർക്കുന്ന ഇബ്നു തൈമിയെ പോലും 20 പറഞ്ഞു എന്ന് പറയാനാ. എന്നതുപോലെ മുടിയെ എതിർക്കുന്ന നിങ്ങൾക്ക് പോലും അത് അംഗീകരിക്കേണ്ടി വന്നു എന്ന് പറയാനാ പറഞ്ഞത്, അല്ലാതെ നിങ്ങൾ അംഗീകരിക്കാനല്ല. കളി ഞങ്ങളോട് വേണ്ട, താജുൽ ഉലമയുടെ മക്കളാണ്, ഓർത്തോ. ഇത് ശക്തമായ മുന്നറിയിപ്പാണ്. ഈ കളി മുന്നോട്ട് പോയാൽ ഞങ്ങൾ മുജാഹിദിനെ ഗണ്ണിക്കുന്നത് പോലെ ശക്തമായ പ്രതിരോധം നിങ്ങൾക്കെതിരെ തീർക്കും. തീർച്ചയാണ്. അയാൾ പറയട്ടെ ബാക്കി. ഞാൻ വിനയപൂർവ്വം പറയട്ടെ, ഞാൻ അബുദാബിയിൽ 10-16 വർഷക്കാലമായി ഇടയ്ക്കിടെ പോകാറുണ്ട്. ഈ കഴിഞ്ഞ 2-3 വർഷക്കാലമായി എന്നോട് സുഹൃത്ത് ഇടയ്ക്കിടെ പറയും, നമ്മുടെ ഹസ്രജിന്റെ വീട്ടിലൊരു മുടിയുണ്ട് നബിസ്വലാസ്വളെ, അത് റബീഉൽ അവ്വലിനും പ്രദർശിപ്പിക്കും, റമദാനും പ്രദർശിപ്പിക്കും. ഈ സുഹൃത്ത് സത്യസന്ധന, ഒന്ന് പോയി കണ്ടുടേക്കും. കാണാൻ പറഞ്ഞു നമുക്ക് സമയം കിട്ടൂല, അങ്ങനെ നീണ്ടുപോയി. പക്ഷെ എന്റെ മനസ്സിൽ സത്യസന്ധനായ സുഹൃത്ത് അങ്ങനെ പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ വേരൂന്നി. ഞാൻ സ്വാഭാവികമായും പറഞ്ഞ കൂട്ടത്തിൽ അവിടെ ഒരു മുടിയുണ്ട്, അവരെ പാരമ്പര്യമായി സൂക്ഷിച്ചു വരുന്നത് എന്നായിരുന്നു എന്റെ ധാരണ. ആ നിലയ്ക്ക് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അങ്ങനെയൊക്കെയുള്ള ഈ കാരന്തൂർ മർക്കസ് സമ്മേളനത്തിൽ സാക്ഷാൽ ആ ഹസ്രജിന്റെ വീട്ടിലെ മുടി അദ്ദേഹത്തിന്റെ മകൻ എന്ത് ചെയ്യാണ്, ഹസ്രജ് വഫാത്തായി പോയി, നേരിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നു എന്ന വാർത്തയാണ് ടെലിഫോണിൽ ഇങ്ങനെ ആളുകൾ വിളിച്ചു പറയുന്നത്. ഞാൻ സത്യത്തിൽ അത്ഭുത ശ്രദ്ധ പഠിച്ചാൽ കാന്തപുരത്തിന് ഹബീബായ മുസ്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹുവിന്റെ മുടി എത്തിച്ചേരോ? എന്ത് സംഭവിച്ചു? പട്ടിക്കാട് ജാമിയനൂർ അറബി കോളേജിൽ വെച്ച് എന്നോട് കുട്ടികളെ കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞു. കണ്ടോ, പ്രശ്നം എവിടെയാണ്? ഹസ്രജിന്റെ മുടി യാഥാർത്ഥ്യമല്ല, അത് കാന്തപുരത്തിനെത്തിച്ചോരോ? പഠിച്ചോ? അതേ അഷ്റഫുൽ ഹൽക്കിന്റെ നിയമങ്ങൾ ഇന്ന് കേരളത്തിൽ പഠിപ്പിക്കുന്ന ആ പണ്ഡിത നേതാവാണ് കാന്തപുരം ഉസ്താദ്. ഇത് കളിയല്ല. അത് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല, ഹബീബിനത് തിരിഞ്ഞിട്ടുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി. വെക്ക് ബാക്കി. മുടി എത്തിച്ചേരോ? എന്ത് സംഭവിച്ചു? പട്ടിക്കാട് ജാമിയനൂർ അറബി കോളേജിൽ വെച്ച് എന്നോട് കുട്ടികളെ കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞു. ഞാൻ അവരോട് പറയാൻ പറ്റൂല, കാരണം അവിടെ ഒരു മുടിയുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, പഠിക്കാതൊന്നും പറയാൻ പറ്റൂലായിരുന്നു. ഞാൻ സത്യസന്ധമായ നിലപാടിൽ ഉറച്ചു നിന്നു. ഞാൻ പച്ചനോണ ഞങ്ങളിപ്പോ കേട്ടതാണ്. നിങ്ങൾ അപ്പൊ തന്നെ എന്താ പറഞ്ഞു? ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചു. ഇയാൾ നേരത്തെ പറഞ്ഞെന്താ? പട്ടിക്കാട് വെച്ചെന്നെ പറഞ്ഞു, സ്വപ്നം കണ്ടിട്ടാണ് കൊണ്ടുവന്നെന്ന് പറഞ്ഞു. അതോടെ കഴിഞ്ഞു എന്റെ കഥ. ഇയാൾ അവിടെ പറഞ്ഞതാ, എന്നിട്ട് ഇവിടെ വന്ന് നിഷേധിക്കാണ്. പച്ച നുണ പറയുന്ന നേതാവാണോ നിങ്ങൾ? വെക്കുവാക്കി. പഠിക്കാതൊന്നും പറയാൻ പറ്റൂലായിരുന്നു. ഞാൻ സത്യസന്ധമായ നിലപാടിൽ ഉറച്ചു നിന്നു. അങ്ങനെ ഇക്കഴിഞ്ഞ റബീഉൽ അവ്വലിന് ഇപ്പൊ ഈ റബീഉൽ അവ്വലിന് അബുദാബി ചെന്നു. അബുദാബി ചെന്ന് നോക്കുമ്പോ ഇവിടെ കൊടുത്ത മുടി വീണ്ടും അവിടെ ഉണ്ടെന്ന് അറിയാൻ സാധിച്ചു. ഇതെന്ത്? ഓന്റെ ചങ്ങാതി, ഞാനിപ്പോ സക്കരിയാസലായി അല്ലാത്തതുകൊണ്ട് പൊട്ടന്മാരെന്ന് വിളിക്കണില്ല. ഇവിടെ കൊടുത്ത മുടിയില്ലെങ്ങായി അവിടുത്തെ മുടിയിൽ ഒരു ഭാഗ കൊടുത്ത്. എന്താണ് ഇതൊക്കെ? എന്തെങ്കിലും സലാംസ്ലമിനേക്കാൾ അതപ്പതിച്ചു പോയോ? എന്താ പങ്ങൾക്ക് പറ്റിപ്പോയത്? ഇവിടെ കൊടുത്ത മുടി അവിടെ ഉണ്ട്, അതിനൊരു മുടി കൊടുത്ത ബാക്കിയുള്ളത് അവിടെ ഉണ്ടാവില്ലേ? അസൂയക്ക് മരുന്നില്ല ചങ്ങാതിമാരെ. ഇനി ഒഴിവാക്കി. ഇനി ഞാൻ പിന്നെയും നോക്കി. കോഴിക്കോട് സമ്മേളനം ഞാൻ A മുതൽ Z വരെ ഉറക്കൊഴിച്ചിരുന്ന് കണ്ട വല്ല സത്യവരുണ്ടോന്ന് അറിയാൻ. അപ്പൊ അതാ നമ്മളെ മറ്റേ ആളുണ്ടല്ലോ, ഇയാളെന്നെ അരമ്പലക്കടവ്, അയാളെന്നെ പറയാണ്, നമ്മൾ അന്നത്തെ കാന്തപുരത്തിന്റെ മർക്കസ് സമ്മേളനത്തിന്റെ ആ ഒരു പ്രൗഢഗംഭീരമായ പരിപാടി. പ്രൗഢഗംഭീരാണല്ലേ? ആയിക്കോട്ടെ, പറഞ്ഞു ബാക്കിയാ. അന്ന് തന്നെ നമ്മുടെ പ്രവർത്തകന്മാർ അത് ലൈവായി നടക്കുന്ന സമയത്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് കമ്പ്യൂട്ടറിൽ അതിരുന്ന് വിശദമായി കേട്ടു നോക്കുമ്പോ ആ പ്രസംഗത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത കാന്തപുരത്തിന് ഇങ്ങനെ മുടി കിട്ടിയെന്ന് മാത്രമല്ല, ഈ മുടി
ഹബീബായ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്കൽ നിന്ന് മദീനത്ത് നേരിട്ട് സമ്മതം കൊടുത്തിട്ടാണ് ഈ മുടി അറബ് സഹോദരൻ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് എന്ന് കൂടി പേരോട് തന്റെ പ്രസംഗത്തിൽ പരാമർശിക്കുന്നുണ്ട്. പേരോട് എങ്ങനെ പരാമർശിക്കുമ്പോ പക്ഷേ തങ്ങൾ നേരിട്ട് നബിക്ക് ഇങ്ങനെ മുടി കൊടുക്കാൻ കൽപ്പിക്കോ? നമ്മുടെ സംശയമാണ്. സംശയം എന്ന് പറഞ്ഞാൽ വലിയ സംശയമാണ്. മാത്രല്ല അപ്പൊ കണ്ണൂരിലൊരു നോട്ടീസ് ഇറങ്ങി എന്ന് അറിയാൻ സാധിച്ചു. നോട്ടീസിലുണ്ട്, ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ശേഷം വടിച്ച സമയത്ത് പല സ്വഹാബികൾക്കും കൈമാറി. അത് പിന്നീട് അന്യാധീനപ്പെട്ടു പോകും എന്ന് തങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ അറബ് സഹോദരനെ വിളിച്ചിട്ട് ഇത് ഭംഗിയായി കാത്തു സൂക്ഷിക്കാൻ ഒരു ഷെയ്ഖ് അബൂബക്കർ കേരളത്തിലുണ്ട്, അദ്ദേഹത്തെ നിങ്ങൾ ബന്ധപ്പെടണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് എത്തിക്കാൻ ഓർഡർ കൊടുത്തതാണ്. നോട്ടീസിൽ അവർ എഴുതും ചെയ്തു. ഈ തോതിലൊക്കെ നബി തങ്ങൾ നേരിട്ട് കാന്തപുരത്തിന് മുടി കൊടുക്കാൻ ആവശ്യപ്പെടേ തന്റെ വിശുദ്ധ കേശം. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കൂല എന്ന് മാത്രമല്ല ആരും വിശ്വസിക്കൂല. കാരണം കാന്തപുരവും തങ്ങളും തമ്മിലുള്ള ഈ ദീനിയായ ബന്ധം നമുക്കൊക്കെ അറിയാം, പരക്കറിയാം. അതുകൊണ്ട് തന്നെ കാന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇത് സ്ഥിരീകരിക്കണമെങ്കിൽ കുറെ ആമുഖം തയ്യാറാക്കണം. കുറെ ആമുഖം തയ്യാറാക്കണം. അപ്പൊ ആകെ പ്രശ്നമുള്ളത് ഇപ്പൊ അതാണ്. കാന്തപുരത്തിന് എങ്ങനെ കിട്ടി? സ്വപ്നം കാണോ? ഓന്റെ ചങ്ങാതിമാരെ ഇനിയെങ്കിലും പഠിച്ചു വെച്ചോ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വപ്നത്തിൽ വരും, നിർദ്ദേശങ്ങൾ തരും. ഇടപെടുത്തവിടെ കാസിമിനെ കൊണ്ടുപോവാ, നിങ്ങൾ പഠിപ്പിച്ചു തരാ. നിങ്ങൾക്ക് അള്ളാന്റെ റസൂൽ സ്വപ്നത്തിൽ വരും. ഇയാളൊക്കെ മുജാഹിദിനേക്കാൾ അപ്പുറത്തായി. കാരണം എന്താ അറിയോ? കോഴിക്കോട് വന്നിട്ട് മഹാനായ പകര ഉസ്താദിന്റെ ഓരോ സംഭവങ്ങളും സ്വപ്നങ്ങളും കാണിച്ച് പറയാണ്, കണ്ടോ നബിനെ സ്വപ്നം കണ്ടു അത്രേ, ഇതെങ്ങനെ വിശ്വസിക്കാം? നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചാ പോരെ. സ്വപ്ന നബിയെ കാണൂല തന്നെ, നബി തങ്ങളെ സ്വപ്നത്തിന് നിർദ്ദേശിക്കൂല. എവിടുന്നാണ് നിങ്ങൾക്ക് എഴുന്നേറ്റ് വരുന്നത്? നബി തങ്ങൾ എല്ലാം കൊടുക്കും, അവാർഡും കൊടുക്കും, സ്ഥാനം കൊടുക്കും, എല്ലാം കൊടുക്കും. ഒന്നാമത്തെടുത്തോ ഖാസിമി പറയുന്നത് കേട്ടോളൂ. ഈ വലിയ വലിയ മഹാന്മാർക്ക് അല്ലാഹു തആല കൊടുക്കാറുണ്ട് സ്വപ്നം. പഠിപ്പിച്ചു തരാ. പറയൂ ഖാസിമി, നിങ്ങൾ തന്നെ അതൊന്ന് പഠിപ്പിച്ചു കൊടുക്ക്. പഴയകാല അനുഭവങ്ങളിൽ നിന്നൊന്ന് വിശദീകരിച്ചു കൊടുക്കാൻ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നം കണ്ടു എന്ന് മാത്രമല്ല, ചിലപ്പോൾ യഖ്ലത്തിൽ നേരെയും വരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കാണ് ഇതിലൊക്കെ തർക്കമുള്ളത്? മുസ്ലിം ലോകത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സംശയവും നിലനിൽക്കുന്നില്ല എന്നാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാ മുസ്ലിമീങ്ങളും മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞു വരുന്നത് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നേരത്തെ കൽപ്പിച്ചെന്നൊന്നുകൂടി കൽപ്പിക്കും. ഞാനത് വിശദമായി പറഞ്ഞ് രണ്ടാമത്തിനടുത്തോ നമുക്കൊന്ന് കേൾക്കാം. ഇവിടെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാന്റെ റസൂൽ സ്വപ്നത്തിൽ വന്നാൽ അത് തന്നെ ഒന്നാമത്തെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് ഇതെന്ന് ഖാസിമിയെ കൊണ്ട് തന്നെ പറയിപ്പിച്ച അതും കൂടി പൂർത്തിയാവും. ആരാണ് ആ മനുഷ്യൻ? ആ മനുഷ്യൻ ലോക പ്രശസ്തനായ മഹാനാവുന്നു. ഹബീബായ നബി സ്വപ്നത്തിൽ വന്നിട്ട് യാ സയ്യിദൽ ഖുതബാ, പ്രസംഗകരുടെ നേതാവേൻ സ്വപ്നത്തിൽ വന്നിട്ട് റസൂലുള്ള വിളിച്ചു എന്ന് ഇബ്നു കസീർ പോലും തന്റെ അൽ ബിദായയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എടുത്തു നോക്ക്. ഇബ്നു കസീറിന്റെ ഹാഫിദ് ഇബ്നു കസീറിന്റെ അൽ ബിദായ എടുത്തു നോക്ക്. അൽ ബിദായയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഇബ്നു നബാത്തിൽ മിസ്രി ഉറക്കട് പറയേ, ഉറക്കട് എല്ലാവരും റളിയല്ലാഹു അൻഹുവിന്റെ മക്കയാണ് പറയുന്നത്. മഹാനായ ഇബ്നു നബാത്തിൽ മിസ്രി നബാത്തിൽ ഖുതുബ വെള്ളിയാഴ്ച ഓതുന്നത് നിങ്ങൾക്ക് പിന്നെയും സൗകര്യമുണ്ട്. അത് മുഅ്മിനീങ്ങളുടെ അസറാണ്, വല്ലാത്ത ഖുതുബയാണത്. അത് അടിസ്ഥാനമുള്ള ഖുതുബയാണ്, ഒന്നും പോകരുത്, വല്ലാത്ത ഖുതുബയാണ്. ഇബ്നു നബാത്തിൽ മിസ്രി റളിയല്ലാഹു അൻഹു ഹബീബായ നബിയെ സ്വപ്നത്തിൽ കണ്ടു. ഹബീബായ നബിയെ സ്വപ്നത്തിൽ കണ്ടാൽ ഹബീബിനെ തന്നെ സ്വഹീഹുൽ ബുഖാരി മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി ഫഇന്ന ശൈത്താന ലാ യതമസ്സലു ബി സ്വഹീഹുൽ ബുഖാരി. ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അവൻ എന്നെ കണ്ടിരിക്കുന്നു. സ്വഹീഹുൽ ബുഖാരി. ശരിക്ക് പഠിച്ചോ. അതാണ് ഖദർജി പറഞ്ഞത്. ഞാൻ എന്റെ ഹബീബിനെ സ്വപ്നത്തിൽ കണ്ടു, എന്നോട് പറഞ്ഞു കാന്തപുരം ഉസ്താദിന് കൊടുക്കണമെന്ന്. ഞങ്ങൾ പറഞ്ഞതല്ല, ഖദർജി പറഞ്ഞതാണ്. മുസ്ലിയാക്കന്മാരും എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണത്.
പക്ഷെ കാസിനി ഇതിന് വരാൻ വിചാരിച്ചിട്ടില്ലല്ലോ. സത്യത്തിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് അപകടത്തിലേക്കുള്ള പോക്കാണ്. ഞങ്ങൾ ഇത്രയും പറയാനുള്ള കാരണം വളരെ കൃത്യമാണ് സഹോദരന്മാരെ. ഇമാം റാസിയുടെ തഫ്സീർ നിങ്ങൾ കണ്ടില്ലയോ? ഇമാം റാസി പറയുന്നത് അള്ളാന്റെ റസൂലിന്റെ ഷൈറിനെ ഒരാളങ്ങ് ആക്ഷേപിച്ചാൽ നബിയെ അങ്ങയുടെ ഷൈറിൽ നിന്നുള്ള ഒരു മുടിയ ഒരാൾ കുറ്റം പറഞ്ഞാൽ ഫഖദ് യക്ഫുറു, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് അതാ ഇമാം റാസി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 സ്ഥലത്ത് ഇമാം റാസി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നബിതങ്ങളുടെ ഷൈറിനെ ആക്ഷേപിച്ച് പെട്ടുപോകണ്ട, ഇവന്മാര് വെറുതെ വരികയാണ് കേട്ടോ. നോക്ക്, ഖാസിമി പറയാണ്, ഞാൻ കുറെ കാലം കാന്തപുരത്ത് നന്നായി പറഞ്ഞു, പിന്നെ വേണ്ടാന്ന് വെച്ചിന് ഞാൻ പിന്നെയും തുടങ്ങാണ് നാമപ്പര് പറയുന്നത്. സത്യത്തിൽ ഈ പൊല്ലാപ്പുകൾക്കൊന്നും വേണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നു. കാരണം ഒരുപാട് കാരണമുണ്ട്. ഇനി ആവില്ല, ഞാൻ 100 കൊല്ലത്തിനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആവില്ല എന്നങ്ങനെ വിചാരിച്ചിരിക്കുന്നു. പക്ഷെ ഇത് കളി സുൽത്താനെ കൊണ്ടാണ്. ഒരു ബാധ്യതണ്ടല്ലോ. പിന്നെ ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിച്ച് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിന് ശേഷം മഹാന്മാരായ ഉസ്താദുമാരുമായും വിഷയത്തിൽ ബന്ധപ്പെട്ടു. എന്താ ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് പല ജാതി പ്രശ്നങ്ങളുള്ള ഒരു സാഹചര്യമാണ്. ഒരു പൊതുദുരങ്ങളെപ്പ് നാട്ടിലുണ്ടാവുകയാണ്. നമ്മളായി ഒരു പ്രശ്നം വരുത്തി വെച്ചൊന്ന് പറഞ്ഞു തീർക്കാൻ എളുപ്പമാണ്. അപ്പൊ ഇതിനൊരു കാര്യം, ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രശ്നമല്ല, നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അവക്ക് വയ്ക്കി പൊതു തെരഞ്ഞെടുപ്പ് നോക്കിയിട്ടല്ല ഷെയർബാർക്ക് പറയാൻ. ഈ കളി തുടർന്നാൽ എന്താണ് ഗണ്ണനം, എന്താണ് സംവാദങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങളൊന്നും പറയാൻ വന്നിട്ടില്ല. ഞങ്ങളെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നേതാവിന്റെ ഷഹറിനെ ചോദ്യം ചെയ്താൽ അവിടെ ഒരാളും പ്രശ്നമല്ല, ഇരുത്തേണ്ടിടത്ത് ഞങ്ങൾ ഇരുത്തും കേട്ടോ. അതിന് വാദപ്രതിവാദത്തിന് റെഡി, ഖണ്ഡനത്തിന് റെഡി, സംവാദത്തിന് റെഡി, അവസാന ശ്വാസം വരെ ഞങ്ങളെ ഹബീബിന്റെ ഷഹറിന് വേണ്ടി ഞങ്ങൾ പോരാടും. അതാ മൂപ്പര് ലാസ്റ്റ് പറയുന്നുണ്ട്, കുറെ ആളിനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ പോണ്ടാന്ന്. ആദ്യം പറയുന്നത് പോണെന്ന് പറഞ്ഞു എന്നാണ്. പക്ഷെ പിന്നെ കുറെ ആൾ വിളിച്ചിട്ട് പറഞ്ഞില്ല പോണ്ടാന്ന്. അവൻ കൂടി കേട്ടോ അതിന്റെ ലാസ്റ്റ് അവസാനിപ്പിക്കുന്ന അങ്ങനെയാണ്. അതാണോ വൈരുദ്ധ്യം? സുന്നി വയസ്സും ഹസ്രജി അല്ലത്. നിങ്ങളെ ഒരേ കാസിമിന്റെ ഒരു പൊതുദുരങ്ങളെപ്പ് നാട്ടിലുണ്ടാവുകയാണ്. നമ്മളായി ഒരു പ്രശ്നം വരുത്തി വെച്ചൊന്ന് പറഞ്ഞു തീർക്കാൻ എളുപ്പമാണ്. അപ്പൊ ഇതിനൊരു കാര്യം തീരുമാനം ഉണ്ടാക്കണമെന്ന് മഹാന്മാരായ ഉസ്താദുമാരോട് സമീപിച്ചപ്പോൾ നിർബന്ധമായും പങ്കെടുക്കണം. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇനി കേട്ടോ, ഇനി പ്രസംഗത്തിന് ലാസ്റ്റിലെ പറയുന്നത് പലരും വിളിച്ചിട്ട് പറഞ്ഞു പോണ്ടാന്ന്. മൂപ്പരോട് അടുത്ത ആൾക്കാരും പറഞ്ഞാല് പോണ്ടാന്ന്. കോഴിക്കോട് എന്നെ വിളിച്ചത് കൊണ്ട് മാത്രം വന്നതല്ല. ഇന്നലെ രാത്രി പോലും ഈ പരിപാടിക്ക് പോകരുത് എന്ന് ഉന്നതന്മാരായ പല ആളുകളും എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പോകരുത്, നിങ്ങളെപ്പറ്റി ഇന്നാലിന്ന ആളുകൾക്കൊക്കെ നല്ല അഭിപ്രായമാണ് ഇപ്പോൾ ഉള്ളത്, ഇനി പോകരുത്. ഇന്നലെ രാത്രി പല ആളുകളും എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞാനുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ടിട്ട് കാസിമിയോട് നാളെ ആ പരിപാടിയിൽ പങ്കെടുക്കരുത്. ഞാൻ ഇന്ന ആളുകൾക്കൊക്കെ ഇപ്പോൾ അദ്ദേഹത്തെ പറ്റി നല്ല അഭിപ്രായമാണ്, കുറച്ചു കാലമായി എതിരൊന്നും പറയാത്തത് കൊണ്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രിയും ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവെ തീരുമാനം ഉണ്ടാക്കിക്കൊണ്ടാണ്. നേരം വെളുത്തപ്പോൾ പോലും ഉഷാറോട് കൂടി. കാരണം ഷേറെ മുബാറക്കിനെ ആക്ഷേപിക്കല്ലേ, മറ്റാളുണ്ടല്ലോ ഇബ്ലീസ് ഉഷാറ് തന്നിട്ടുണ്ട് അവങ്ങൾക്ക്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇബ്ലീസ് തന്ന ഉഷാറുമായി ഈ സമുദായത്തെ വഞ്ചിക്കാൻ ഞങ്ങൾ അനുവദിക്കൂല കേട്ടോ. 25,000 രൂപക്ക് വെള്ളം അത് കൊടുത്തപ്പോ ആലോചിക്കേണ്ടിയിരുന്നു. അത് ഞങ്ങളല്ലാതെ ചെയ്തത് നിങ്ങളാണല്ലോ. ഞാൻ ആവർത്തിച്ച് പറയാണ്, ഈ പറയുന്ന ചെറുശ്ശേരി ഉസ്താദിനോടോ കാളമ്പാടി ഉസ്താദിനോടോ അല്ല, അവരോട് ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. കൃത്യമായി കാളമ്പാടി ഉസ്താദ് പറഞ്ഞത് അറിയോ? മോനെ, ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ എതിർക്കണ്ട, നമ്മൾ വെള്ളം വേണമെങ്കിൽ കുടിച്ചാൽ മതി, എതിർക്കാൻ പോണ്ട. കാളമ്പാടി ഉസ്താദ് പറഞ്ഞത് വേണമെങ്കിൽ ഞാൻ ഹാജരാക്കും,
കളമ്പാടി ഉസ്താദ് ഉത്തരവാദിയല്ല, ചെറുശ്ശേരി ഉസ്താദും ഉത്തരവാദിയല്ല. ഇവരാരും അറിയാതെ ഈ വിഭാഗത്തിലെ പാവപ്പെട്ട നല്ല മനുഷ്യന്മാരെ ഈ ഷെഹറെ മുബാറക്കിനെതിരെ സംസാരിപ്പിച്ച് ആഖിബത്ത് നശിപ്പിക്കാനുള്ള ഇയാളുടെ പോക്കുണ്ടല്ലോ, അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അതിനെ തടയിടാനാണ് പറയുന്നത്. സൂക്ഷിച്ചുകൊള്ളണം, ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇത് പറയാതിരിക്കാൻ പറ്റില്ല. പച്ചനുണ സമുദായത്തിന്റെ മുന്നിൽ പറഞ്ഞ് അള്ളാന്റെ റസൂലിനെ ഷെഹറിനെ, അല്ലെങ്കിൽ അമ്പലക്കടവിന് തീർച്ചയായും അമ്പലവും പള്ളിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു എതിർപ്പുണ്ടാവും, അത് നോക്കിയിട്ട് കാര്യമില്ല, അതങ്ങനെ തന്നെയാണ്. പക്ഷേ പള്ളി ഉണ്ടാക്കി നിങ്ങൾ എന്തിനാ അസൂയപ്പെടുന്നത്? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി എടുക്കയിൽ 15 ഉണ്ടാവും. നമ്മളെ കാസിമി അയാൾക്ക് അമ്പലക്കടവ് പറയുന്നുണ്ട് ഇവര് ഇതിനെ കച്ചവടാക്കിയപ്പോഴാണ് ഞങ്ങൾ എതിർക്കാൻ ചെന്നത്. അതും കൂടി ഒന്ന് കേട്ടോളിങ്ങൾ. അതിന്റെ സ്ഥിരീകരിക്കപ്പെടാത്ത സനദില്ലാത്ത ഒരു മുടി നബി തങ്ങളുടേതാണെന്ന് പറഞ്ഞ് കാരന്തൂർ മർക്കസിൽ വെച്ചാൽ നമ്മൾ അതിന് ചോദ്യം ചെയ്യൂല. അത് അവരും അള്ളി ആയിക്കോട്ടെ, ഇഷ്ടമുള്ള ആൾക്കാരെ വിശ്വസിച്ചോട്ടെ, വെള്ളം കൊണ്ടുപോയിക്കോട്ടെ. ഇതല്ലല്ലോ, ഇത് ജനലക്ഷങ്ങൾക്ക് മുമ്പിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ, മംഗലാപുരം വരെ, ബാംഗ്ലൂർ വരെ ഇത് മുക്കിയ വെള്ളം ബക്കറ്റിലാക്കി കൊണ്ടുപോയിട്ട് 101 രൂപ മുതൽ 10,001 രൂപ വരെ വില നിശ്ചയിച്ചുകൊണ്ട് ബോട്ടിലുകൾ സർവ്വവ്യാപകമായി വിതരണം ചെയ്തുകൊണ്ട് ലക്ഷങ്ങൾ കോടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതിന്റെ പേരിൽ പള്ളി ഉണ്ടാക്കാൻ 40 കോടിയോ പള്ളിയാണ് പോൽ അതിനുവേണ്ടി 1000ന്റെ ടിക്കറ്റുകൾ മുറിച്ച് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വ്യാപകമായി ഈ തരത്തിൽ ജനങ്ങളുടെ കൈവശത്തിൽ നിന്ന് കാശ് കൈക്കലാക്കാൻ, കാശ് പിരിക്കാൻ വേണ്ടി ഇത് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ജനങ്ങൾക്കിടയിൽ ഇത് ബോധ്യപ്പെടുന്ന സമയത്ത് ഇതിന്റെ ആധികാരികത സ്ഥിരീകരിക്കേണ്ടതല്ലേ എന്ന ന്യായമായ ഒരു സംശയം നമ്മൾ ഉന്നയിക്കുന്നു. ആ ആധികാരികത പറയേണ്ട ബാധ്യത, ഉത്തരവാദിത്വം ബഹുമാന്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവர்களுക്കുണ്ട് എന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് വീണ്ടും അന്വേഷണം തുടങ്ങും. എന്താ പറഞ്ഞെന്നറിയോ? പള്ളി ഉണ്ടാക്കണാണ് ഇപ്പൊ വലിയ അടുങ്ങാറ് സംഗതി. ഞാൻ ആദ്യം ചിന്തിച്ചിരുന്നു നമ്മൾ വലിയ ഒരു ഉലമാ സമ്മേളനം കോട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, നമ്മൾ അതിന്റെ തിരക്കിലാണ്. അതിന്റെ ഇടയ്ക്ക് മുജാഹിദിന് മറുപടി പറയണം, ഖണ്ഡനം നടത്തണം, സംവാദം നടത്തണം, വാദപ്രതിവാദം നടത്തണം. അപ്പൊ നമ്മളെ ഷെഹറെ മുബാറക്ക് പള്ളി ഇവിടെ 40 കോടിന്റെ പള്ളിയാണ്, അത് പാരാ പ്രചരണം നടത്തുക. അപ്പൊ അള്ള അത് ബല ഏൽപ്പിച്ചു, നിങ്ങളതിങ്ങനെ എല്ലാ സ്ഥലത്തും പറഞ്ഞെടുക്കുക. അപ്പൊ ആൾക്കാർക്ക് അറിയാം എന്ത് ഇങ്ങനെ ഒരു പള്ളി വരുന്നുണ്ട്, ആ പള്ളിക്ക് പൈസ ആവശ്യമുണ്ട്, 40 കോടിന്റെ പള്ളിയാണ്, അത് കൊടുത്തോളൂ, വേറൊന്നിനും പോകൂല, അത് പള്ളിക്കുള്ളത് തന്നെയാണ്. അപ്പൊ എന്തായാലും പള്ളിയിൽ നിസ്കരിച്ചാൽ കൂലിണ്ടെന്നറിയാം. അപ്പൊ അമുസ്ലിമീങ്ങളടക്കം ഇതാ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, 1000 റുപ്യ എനിക്ക്, ഒരു കൂപ്പൺ എനിക്ക് ഇവിടെയുണ്ട്, കൂപ്പൺ ഇതാ നിങ്ങൾ എവിടെ പറയുന്നു അവിടെയൊക്കെ കൂപ്പൺ ചെലവഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇൻഷാ അല്ലാ 1000 റുപ്യന്റെ കൂപ്പൺ ആവശ്യമുള്ളവര് ഇവിടെയും വന്നോളൂ, കൂപ്പൺ തരാ. വലിയ ആളുകൾ വലിയ വിലയാണ് ഇതിന് നൽകിയത്. വളരെ കുറഞ്ഞ കൂപ്പണുകളെ ബാക്കിയുള്ളൂ, ആരോട് അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുന്നില്ല. അള്ളാന്റെ റസൂലിന്റെ ഷെഹറെ മുബാറക്ക് കേരളത്തിൽ വരുമ്പോ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നതിൽ എത്രയും നല്ലതുകൊണ്ട് ഞങ്ങൾ സ്വീകരിക്കും കേട്ടോ. അതാണോ ഞങ്ങളെ നേതാക്കൾ പഠിപ്പിച്ചു തന്നത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ റസൂലുള്ളാഹി അവിടുത്തെ ശരീരം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നപ്പോ അവര് പാട്ടുപാടിയില്ലേ? തോലെ അൽ ബദറു അലൈന മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈന മാദാ ലില്ലാഹി ദാഇ. എല്ലാം അവർ കൊടുത്തില്ലേ? സ്വഹാബത്ത് വന്നിട്ട് നബിയെ എന്റെ വീട് നിങ്ങൾക്കാണ്, എന്റെ ഉമ്മ നിങ്ങൾക്കാണ്, ബിഅബീവ ഉമ്മീ അൻത യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മയും ഉപ്പയും വരെ നിങ്ങൾക്ക് ദാനമാണ് നബിയേ. എല്ലാം കൊടുത്തു അവര്, ഒന്നും ബാക്കി വച്ചില്ലല്ലോ. 40 കോടിയുടെ പ്രശ്നം അവിടെ ഇല്ല. അതേ ആ സ്വഹാബികളുടെ ബാക്കിയുള്ള ഞങ്ങളില്ലേ, ഞങ്ങളെ സ്വഭാവം ഈ കേരളത്തിലേക്ക് ഞങ്ങളെ നേതാവിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമെത്തിയപ്പോ ഞങ്ങൾക്ക് കഴിയുന്നതൊക്കെ ഞങ്ങൾ കൊടുക്കുന്നു. അത് നേതാവിനോടുള്ള സ്നേഹമാണ്. ഇഷ്ടമുള്ളവർ പങ്കെടുത്താൽ മതി കേട്ടോ. ഒരു കാര്യം പറയട്ടെ, ശത്രുക്കൾ മുഴുവനും ഒന്നിച്ചാലും ഇല്ല, ഈ ധർമ്മസമരത്തെ കെടുത്തിക്കളയാൻ സാധ്യമല്ല. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ശക്തമായ യുദ്ധം നയിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വാഹനപ്പുറത്തുനിന്ന് ചാടിയിറങ്ങിയിട്ട് അതാ തന്റെ തൊപ്പി തരയുകയാണ്. തൊപ്പി ഇങ്ങനെ നോക്കുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നതിന്, എന്താണ് ഖാലിദ് തങ്ങളെ യുദ്ധം മുഴുകുമ്പോ നിങ്ങൾ തൊപ്പിയാണോ നോക്കുന്നത്? അവിടുന്ന് പറഞ്ഞില്ലേ, സ്വഹാബ എന്റെ
എന്റെ തൊപ്പി, ആ തൊപ്പിയുടെ ഉള്ളിൽ ഞാൻ എന്റെ നബിയുടെ 2 മുടികൾ അതാ തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട് തൊപ്പിയുടെ ഉൾഭാഗത്ത്. ആ തൊപ്പിയുമായി ഞാൻ യുദ്ധം ചെയ്യുന്ന കാലത്ത് എനിക്ക് പരാജയമില്ല എന്ന് പറഞ്ഞ പോലെ ശൈറേ മുബാറക്ക് മുന്നിൽ വെച്ചുകൊണ്ട്, റസൂലുള്ളാന്റെ തിരികേശം മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന ആ സമരത്തെ കെടുത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല. കാരണം ഞങ്ങളെ മുന്നിലുള്ളത് അഷ്റഫുൽ ഖൽക്കിന്റെ തിരുമുടിയാണ് കേട്ടോ. ഇത് പരലോകത്തും ഞങ്ങൾ പറയും, റബ്ബിന്റെ മുന്നിലും സംസാരിക്കും കേട്ടോ. ഞങ്ങൾക്കതിൽ വേറെ ലക്ഷ്യമില്ല. ഒരൊറ്റ 5 കാശ് പോലും ഈ വെള്ളത്തിന് ഞങ്ങൾ പിരിവ് നടത്തിയിട്ടില്ല. 150 മുതൽ 10,000 വരെ പിരിച്ചു. പച്ച നുണ പറഞ്ഞാൽ റബ്ബിന്റെ കോടതിയിൽ വരൂലേ, കാന്തപുരം ഉസ്താദ് വരൂലേ, അമ്പലക്കടവ് വരൂലേ, ചേകനൂരിന്റെ ശിഷ്യനായ ഓ അബ്ദുള്ള മൗലവിയും വരൂലേ. റബ്ബ് ചോദ്യം ചെയ്യൂലേ, എവിടെയാണോ ഇത് വാണിഭമാക്കിയത്? കഴിഞ്ഞ റബീഉൽ അവ്വലിന്റെ ആദ്യത്തെ തിങ്കളാഴ്ച മർക്കസിൽ ആയിരക്കണക്കിന് ആളുകൾ വന്നു. 5 പൈസ ആ ബോട്ടലിന് പോലും വാങ്ങിയിട്ടുണ്ടോ? ഒന്ന് പരിശോധിച്ചുകൂടെ? എവിടെയാണോ ഈ അസൂയ കൊണ്ടുപോയി അഹാബീലിനെ കാബീല് കൊന്നത്? അസൂയയാണെന്ന് മനസ്സിലാക്കിക്കോ. ഹസ്രജിയുടെ സമീപത്തുണ്ടായപ്പോ നല്ല മുടി, ബറക്കത്തിന് വേണ്ടി കുടിക്കുന്നതിന് കുഴപ്പമില്ല. അത് മർക്കസിലെത്തിയപ്പോ തെറ്റാണെന്ന് പറഞ്ഞാൽ റബ്ബിന്റെ കോടതിയിലെത്തണമെന്ന ചിന്ത വേണം കേട്ടോ. ഒരുപക്ഷേ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേക്കാം. നിന്റെ എടിന്റെ മാധുര്യം കൊണ്ട് നീ നല്ലവനാണെന്ന് വന്നേക്കാം. 10 ലക്ഷത്തിന് മാനം പോയി എന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ ദുന്യാവിലെ കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടാലും റബ്ബിന്റെ കോടതിയിൽ നഷ്ടപ്പെട്ടു പോയ മാനം തിരിച്ചു കിട്ടൂല കേട്ടോ. ഓ അമ്പലക്കടവ് പൈസി, പള്ളിയുണ്ടാക്കുന്നതിന് അസൂയ വെച്ച് അമ്പലക്കടവിലേക്ക് പോകണ്ട. ശരിക്കു ശ്രദ്ധിച്ചോ. അമ്പലക്കടവിലേക്ക് പോയിട്ട് ആഖിബത്ത് നശിച്ച് മരിച്ചു പോകണ്ട. പരലോകത്തെ പേടിച്ച് ജീവിച്ചോ. മുഅ്മിനീങ്ങളെ പാത എടുക്കൂ മോനെ. കാന്തപുരം ഉസ്താദിന് കൊടുക്കുന്ന രംഗമെന്ന് കാണൂ. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് ഹസ്രജി അങ്ങ് കൊടുത്തപ്പോ എല്ലാരും ഒന്നിച്ചു ചൊല്ലിയില്ലേ തോലൽ ബദറു? അതെ, ഇത് കളിയാണോ? ഞങ്ങളെ നേതാവിന്റെ ശരീരത്തിന്റെ ഭാഗം വരുന്നതിന് ഓ അബ്ദുള്ളക്ക് എതിരുണ്ടെങ്കിൽ അയാൾക്ക് പോകാം. അമ്പലക്കടവിനെതിരുണ്ടെങ്കിൽ അയാൾക്കും അമ്പലക്കടവിലേക്ക് പോകാം. ഖാസിമിക്കെതിരുണ്ടെങ്കിൽ അമ്പലക്കടവിൽ സ്ഥലമുണ്ടെങ്കിൽ അക്കടവിലേക്ക് നിങ്ങളും പോകാം. ഞങ്ങൾ പള്ളിക്കടവിലേക്കാണ് പോകുന്നത് കേട്ടോ. എടുക്കൂ മോനെ, അത് കാണട്ടെ. നേതാവിന് കൈമാറുമ്പോ ആളുകൾ ഒന്നിച്ച് തക്ബീർ ചൊല്ലിയിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഹബീബിന്റെ തിരുശരീരം സ്വീകരിക്കുമ്പോ മടിച്ചു നിന്നാൽ ഇമാം റാസിയുടെ വാചകമാ പിന്നെയും പറയുന്നത്, വമൻ തുഅന ഫീ ശഅറത്തിൻ മിൻ ശഅറാതിക യക്ഫുറു. നബിയേ, അങ്ങയുടെ തിരുമുടിയിൽ നിന്നൊരൊറ്റ മുടിയെ തള്ളി പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് കേട്ടോ. ഇത് ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല, ഇമാം റാസി പറഞ്ഞതാണ്. ഒരു സ്ഥലത്തല്ല, 2 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടത്. ഒരുപാട് ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ട്. വെക്കൂ മോനെ, അത് കാണട്ടെ. ഉസ്താദ് അവറുകൾ ആ കരാറിൽ ഒപ്പുവെക്കുകയാണ്. ഈ കളിയല്ല, ഒപ്പുവെച്ച് അതൊക്കെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് നൽകുന്നത്.
പറഞ്ഞോട്ടോ പഠിച്ചു വെച്ചു ഉള്ള സദസ്സിൽ നിങ്ങളെ ഹദ്റജി കാന്തപുരത്തിന് കൈമാറുമ്പോൾ ലോകം ഒന്നിച്ചു ഞാൻ പറയുന്നത് ലോകപ്രസിദ്ധ പണ്ഡിതനായ അലിജുമുഅ അദ്ദേഹം ഷെയ്ഖുൽ അസ്ഹറാണ്, ഈജിപ്തിലെ വലിയ പണ്ഡിതൻ, സദസ്സിലുണ്ട്. ഒരു അഭിപ്രായ വ്യത്യാസമില്ല, ഒരു പ്രശ്നവുമില്ല. ലോകപ്രസിദ്ധ പണ്ഡിതരൊക്കെ എവിടെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് മാത്രം പ്രശ്നം. ദുന്യാവും തന്നെ കിട്ടുന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അള്ളാന്റെ റസൂലിന്റെ ഷായറിനോട് കളി വേണ്ട. ഇനിയാ നിങ്ങൾക്കറിയോ, ഞാൻ പറഞ്ഞ വയനാട്ട് ഒരു വ്യവസ്ഥയ്ക്ക് ചെന്നപ്പോ ഒരു മൗലവി അള്ളാന്റെ റസൂലിന്റെ ഷായറിനെതിരെ സംസാരിച്ചു. പിന്നെ അയാൾ സംസാരം ആ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചപ്പോ എന്താ സംഭവിച്ചത്? നിങ്ങൾക്ക് അയാൾക്ക് പിന്നെ ശബ്ദമില്ല, സംസാരിക്കലില്ല, ഒന്നുമില്ല, തളർന്നിരുന്നു. അവിടെ ഹബീബിനെ കുറിച്ചാണ് പറയുന്നത് എന്ന ബോധം വേണം. ഇത് നമ്മളോട് ദേഷ്യം ഉണ്ടായതുകൊണ്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമ്മളോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി എന്തെങ്കിലും പറയലാണോ? ഞങ്ങൾ പറഞ്ഞു, ഈ സൂക്ഷിച്ചത് അമ്പലക്കടവായിരുന്നുവെങ്കിൽ ഞങ്ങൾ അവിടെ വരും. അഷ്റഫുൽ ഹൽക്കിന്റെ തിരുകേശം മുക്കിയ വെള്ളം ഞങ്ങൾ കുടിക്കും. അതാണ് ശരി. അവിടെ അസൂയ വേണ്ട. അതിലെന്ത്? ഇവർക്കെന്താ ഒരു ബോഡി വേസ്റ്റ് മറ്റതോ ഇതും അന്നെന്താ ജമാഅത്തെ ഇസ്ലാമി എന്ന് വരെ പുറത്താക്കി. അളവുൽക്ക് എന്തു എഴുതാ ചേകരൂരിന്റെ ശിഷ്യന്മാർ. അതുപോലെയല്ലല്ലോ നമ്മള്. ആ രംഗമൊന്ന് കാണിച്ചു കൊടുക്കും. വയനാട്ടിൽ മൗലവി പറഞ്ഞ് ഹബീബിന്റെ മുടിയെക്കുറിച്ച് കത്തിക്കാറിയപ്പോ അയാളുടെ ആ ശബ്ദവും നിലച്ച് എല്ലാം നിലച്ച്. ഞാൻ പറയുന്നത് ഇങ്ങനെ എത്ര സംഭവങ്ങൾ. അതാരാന്നറിയോ നിങ്ങൾക്ക്? ഈ സംവാദത്തിന് ഇതിപ്പോ ഞാനിപ്പോ ഇവിടെ കൊടുത്ത സീഡി ഉണ്ടല്ലോ, ആ സീഡിയിലുള്ള മടവൂർ വിഭാഗം മുജാഹിദിന്റെ നേതാക്കൾ, ഇവര് പിന്നെ യുക്തിവാദികളാണ്. ഇയാള് പിന്നെ ഈ നമ്മളെ ഓ അബ്ദുള്ളന്റെ ബാക്കിയാ. ഓ അബ്ദുള്ള പറഞ്ഞു, ഞാന് റസൂലുള്ളാഹി തങ്ങളെ മുടിയിട്ട വെള്ളം കുടിക്കുന്ന ഹദീസൊക്കെ കാണുമ്പോ അങ്ങോട്ട് ചാടിക്കിടക്കലാണെന്നാണ്. ചാടിയിട്ടാണ് കിടക്കും, അവൻ നോക്കൂല. മുപ്പര് ഖുർആന്റെ മേലും ചാടിക്കിടക്കുന്ന ആളാ. അപ്പൊ അതുപോലെ ചാടിക്കിടക്കുന്ന വിഭാഗമാണ് ഈ മടവൂരികൾ. ആ നിൽക്കുന്ന ആളുകൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. മമ്മൂട്ടി മൗലവി വയനാട് പറഞ്ഞ ആളാണ് ആ നിൽക്കുന്ന ആള്. അപ്പുറത്തിരിക്കുന്ന അലിമദനി, നസാഫ് മൗലവി മടവൂർ ഭാഗത്തിന്റെ നേതാക്കളാണ്. അതാണ് ഇപ്പൊ ഞാൻ വിതരണം ചെയ്ത സീഡിയിലുള്ളത്. അപ്പൊ ഇയാള് പ്രസംഗിക്കാമെന്ന് കേട്ടോ. ഷഹർ ബാറക്കിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്താ സംഭവിച്ചത്? ഉണ്ട് സലാമേ, ഉണ്ട്. ഇനി മുനാഫിക്കിന്റെ ലക്ഷണം കാണിക്കരുത്. കാരണം ബിദായ വന്നിഹായിൽ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാന്നാ പറഞ്ഞത്. അത് ദുർബലമാണോ സ്വഹിഹാണോ നല്ല ചർച്ച. ആ ചർച്ചയിലേക്ക് കൊണ്ടുപോകേണ്ടുന്ന ആവശ്യകതയില്ല. പക്ഷെ മനഃപൂർവ്വം വിഷയം വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചിരിക്കുന്ന അഹ്സനി പല രൂപത്തിലും ഷെയറെ മുബാറക്ക് കൊണ്ടുവന്ന് നോക്കി. അതേപ്രകാരം തന്നെ വരീബ് ജിദ്ദ കൊണ്ടുവന്ന് നോക്കി. ഞങ്ങൾ വിട്ടില്ല, പിടിച്ചെടുത്ത് പിടിച്ചു. ഞങ്ങൾ ബിദായവന്നിഹായ ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, സഹോദരാ, ഇതാ ബിദായവന്നിഹായിൽ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, വരണം ഇങ്ങോട്ട് എന്ന് പറഞ്ഞപ്പോൾ സലാം കുടുങ്ങിയപ്പോൾ ഇവരത് ഏറ്റുപിടിച്ചു. അവസാനം അങ്ങനെയുണ്ടെന്ന് സമ്മതിക്കേണ്ടി വന്നു. അത് പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും പല അഭിപ്രായവുമുണ്ട്. പിന്നെ വിഷയം വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചത് ശബ്ദം പോയി
അദ്ദേഹം പറഞ്ഞു വന്നതാണ് മുഴുവിപ്പിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയ അയാളെ സമയം കഴിഞ്ഞിട്ടില്ല, ശബ്ദം പോയി അവിടെ ഇരുന്നതാ. അപ്പൊ വേറെ മൗലവി വന്നെടുത്ത് ബൈക്ക് അദ്ദേഹം പറഞ്ഞു വന്നതാണ് മുഴുവിപ്പിക്കുന്നത്. വന്നു കേൾക്കുക, അതാണ് പ്രശ്നം. ഈ മതി. അപ്പൊ അതിനെ ഫുൾ കേസറ്റ് ഇൻഷാല്ലാ ഇറങ്ങും. ഇപ്പൊ വന്നത് പ്രാർത്ഥനയുടെ ഭാഗമാണ്. അപ്പൊ ഈ ചങ്ങാതിമാരൊക്കെ അനാവശ്യമായി സംസാരിച്ച് ആവശ്യമില്ലാത്ത ഇടപെടലുകൾ നടത്തി സ്വന്തം കെട്ട് വലിച്ചുവിടാൻ, അല്ലെങ്കിൽ തന്നെ ഇഷ്ടം പോലെ കേസുണ്ടാവും. ഇനി ഒരു ലാസ്റ്റ് പറയട്ടെ, ഏറ്റവും ചുരുങ്ങി തെളിവില്ല എന്ന് ബോധനം മിണ്ടാതിരിക്കുക. അതാണ് ഫമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറാ ഔ ലിയസ്കുത് മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാഹിനെയും റസൂലിനെയും അന്ത്യനാളിനും വിശ്വസിക്കുന്നുണ്ടോ? നല്ലത് മാത്രം പറയും. നിങ്ങൾക്ക് ഇനി വിശ്വാസമായിട്ടില്ലേ, മിണ്ടാതിരുന്നോളി. അതുകൊണ്ടൊന്നും വരൂല. മിണ്ടാതിരിക്കുക. വിശ്വാസമുള്ളവർ പോയി കുടിച്ചോട്ടെ, ആക്ഷേപിക്കാൻ പോണ്ട. പോയാൽ നിങ്ങൾ ആഖിബത്താണ് നശിക്കുന്നത്. ഇത് നമ്മൾ ഓർമ്മപ്പെടുത്തിയതാണ്, കൃത്യമായ ഓർമ്മപ്പെടുത്തൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരൊറ്റ സംഭവം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്, കൂടുതൽ പറയുന്നില്ല. അനുവദിക്കപ്പെട്ട ടൈം കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഒരൊറ്റ സംഭവം പറയുന്നു. എന്റെ മുഅ്മിനീങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കുക. അള്ളാഹു നമുക്ക് ഖൈർ നൽകുമാറാകട്ടെ. ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എല്ലാവരും നന്നാവണമെന്ന ചിന്തയിൽ, എല്ലാവരും നന്നാകണമെന്ന മഹത്തായ ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ്. അതേ, എല്ലാവരും ഒന്ന് അടുത്ത് വരിക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, അവിടുത്തെ ചെരുപ്പില്ലേ, ആ ചെരുപ്പ് വരെ വലിയ അത്ഭുതമുള്ളതാണ്. അവിടുത്തെ വെള്ളം, അവിടുത്തെ ശഅറേ മുബാറക് എല്ലാം എവിടെ വരെ എന്നറിയുമോ? നമ്മളെ സംരക്ഷകൻ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിന്റെ സമയത്തും മാത്രമല്ല, ഇനി നരകത്തിൽ വീണ മുഅ്മിനിനെ രക്ഷപ്പെടുത്താനുള്ളതാരാ? ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നരകത്തിന്റെ സമീപത്ത് പോലും അവിടെ രക്ഷപ്പെടുത്താനുള്ള ഏക നേതാവ്. നരകത്തിൽ പെട്ടുപോയ മുഅ്മിനിനെ കൈകാണിച്ച് മോനെ രക്ഷപ്പെടൂ എന്ന് പറഞ്ഞ് കൈകാണിച്ചു കൊടുക്കാൻ ഒരാളും വരൂല. വരുന്നവരെ ഒരു നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നേതാവിനെ വിട്ടിട്ട് നമുക്കേത് സ്ഥലത്തേക്കും പോകണ്ട. നമുക്കൊരു നേതാവുമില്ല. നേതാവിൻ്റെതാണെന്ന് പറയപ്പെടുകയും സനത് സ്വീകരിക്കപ്പെടുകയും ചെയ്താൽ പിന്നെ അത് കത്തിച്ചു നോക്കണമെന്ന് പറയണ്ട, നേല് പരിശോധിക്കണമെന്ന് പറയുന്നത് യുക്തിവാദമാണ്. സഹോദരന്മാരെ, അള്ളാന്റെ റസൂല് പറഞ്ഞില്ലയോ, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ. അല്ലാഹു തആല ഭൂമിയുടെ മേലിൽ മനുഷ്യൻ അമ്പിയാക്കളുടെ ശരീരം തിന്നത് ഹറാമാക്കി. അമ്പിയാക്കളെ ശരീരം മണ്ണ് തിന്നൂല. ഈ ഹദീസ് പഠിച്ച ഒരാള് അത് ഉറപ്പുവരുത്താൻ ഖബർ മാന്തിയിട്ട് മണ്ണ് തിന്നുന്നുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ല. ഹദീസ് സ്വഹിയായി സ്ഥിരപ്പെട്ടാൽ അത് വിശ്വസിച്ചു കൊള്ളണം. അതാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കുന്നത്. സ്വന്തം വാപ്പയാണെന്നതിന്റെ തെളിവ് DNA ടെസ്റ്റ് നോക്കിയിട്ടല്ലല്ലോ. ഉമ്മ പറഞ്ഞു തന്നു ഇതാണ് വാപ്പ, നമ്മളത് കേട്ടു, ടെസ്റ്റ് നടത്താൻ പോയിട്ടില്ല. കാരണം നമുക്ക് ഉമ്മയെ വിശ്വാസമുണ്ട്. സഹോദരാ, വിശ്വാസമില്ലാത്തവൻ ടെസ്റ്റ് നടത്തട്ടെ എന്ന് പറഞ്ഞ പോലെ സ്വഹിയായ പരമ്പരയിലൂടെ ഇത് ഹബീബിന്റെ മുടിയാണെന്ന് വിശ്വാസയോഗ്യരായ ആളുകൾ പറഞ്ഞാൽ അതിലും വലിയ ഒരു ടെസ്റ്റ് നമുക്കില്ല. അല്ലാഹു നമ്മളെ സ്വലീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്നു മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ഒരൽപ്പം സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് ഇപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം.